നല്ല ഒരു ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ദുരനുഭവം ഒരാൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അയാൾക്ക് നല്ല സാലറി കിട്ടിയിരുന്നു. പെട്ടെന്ന് അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ട് അയാളെ പരിചാരികയും കൂടെയുള്ള ആളുകളൊക്കെ ഇയാളെ വഞ്ചിക്കുകയൊക്കെ ചെയ്തപ്പോൾ നഷ്ടപ്പെട്ട ഒരു ജോലിയാണ്. ആ ജോലി ഉണ്ടായ കാരണം കൊണ്ട് അയാൾ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അവിടെ ബ്ലോക്കായിട്ട് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അയാൾക്ക് അതിനു വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നമ്മളോട് പറയുന്നത്, ജോലി നഷ്ടപ്പെടുക എന്നുള്ളത് നഷ്ടപ്പെട്ടവർക്കാണ് അതിൻ്റെ യഥാർത്ഥ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അത് കാരണമായിട്ട് ചെയ്തു വെച്ച എത്രയോ കാര്യങ്ങളുണ്ട്, അതൊക്കെ ബ്ലോക്കായി പോകുന്നു. ചില പേയ്മെൻറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റാതെയാകുന്നു. അതൊക്കെ അനുഭവേദ്യമാകുമ്പോഴാണ് അതിൻ്റെ വേദന യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് തന്നെ, നമുക്ക് നല്ല റാഹത്തുള്ള ആപ്റ്റായിട്ടുള്ള പാഷനായിട്ടുള്ള ഒരു ജോലി നമുക്ക് ലഭിക്കാനും നഷ്ടപ്പെട്ട ജോലി ഏതുണ്ടോ അത് തിരിച്ചു കിട്ടാനും കാരണമാകുന്ന വളരെ സവിശേഷമേറിയ അമലാണ്. ഇത് ചെയ്താൽ റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ആ കാരണം ഉൾപ്പെടെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടിത് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ച് ഒരു തവണയെങ്കിലും ഇത് ചെയ്തു നോക്കുക. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്താണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നതുകൊണ്ടാണ് നമുക്ക് എന്നത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. സ്റ്റോറി എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. നമുക്ക് ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരികെ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു ജോലി ഇല്ലാതെ പ്രയാസത്തോടു കൂടി നിൽക്കണം. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല, അത് ചെയ്യാൻ പറ്റാത്തൊരു ജോലിയാണ്. മാത്രമല്ല അതിൽ ഒരു റാഹത്തുമില്ല. നല്ലൊരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ യാ കബീറു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ, അത് 1000 തവണ 7 ദിവസം നോമ്പുകാരനായിട്ട് ചൊല്ലുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ ഒരു പക്ഷേ 7 ദിവസം നോമ്പുകാരനായിട്ട് യാ കബീറു യാ അല്ലാന്ന് 1000 തവണ ചൊല്ലുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണെന്ന് മനസ്സിൽ കരുതണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത എത്രയോ ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് ഉള്ള ജോലി അത് റാഹത്തുള്ള ജോലിയായി മാറാനും നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിക്കാനൊക്കെ അതൊരു വലിയ കാരണമായിട്ട് മാറും എന്നുള്ളതാണ്. നോമ്പ് എന്ന് പറയുന്നത്, നോമ്പെടുത്ത് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നോമ്പ് ആത്മീയമായിട്ട് നമുക്കൊരുപാട് പ്രതിഫലം നോമ്പുകാരനായിട്ട് ലഭിക്കുമെന്നുണ്ടെങ്കിലും ഭൗതികമായിട്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ, മനസ്സിൻ്റെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നോമ്പ് കാരണമായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ മഴയെ തേടിയുള്ള നിസ്കാരത്തിനെ കുറിച്ച് പ്രതിപാദിച്ച സ്ഥലത്ത്, അല്ലെങ്കിൽ മഴയെ തേടിയുള്ള നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ ചില ആളുകളൊക്കെ, മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പ് 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും 4-ാമത്തെ ദിവസം നോമ്പുകാരനായി വന്ന് നിസ്കാരം അനുബന്ധ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുകയും ആ ദുആ സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ചില സ്വാലിഹ്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ തന്നെ കാരണം, നോമ്പ് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഉദ്ദേശ സഫലീകരണത്തിനും ആത്മീയമായിട്ടുള്ള നമ്മുടെ പ്രതിഫലം വർദ്ധിക്കാനും ലഭിക്കാനൊക്കെ കാരണമാകുന്ന സവിശേഷമേറിയൊരു ഇൽമാണ്, ഒരു അമലാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് നോമ്പുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അള്ളാഹ്ക്കും വേറെ ആർക്കും അറിയാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നോമ്പില്ല എന്നാവൂലോ. അപ്പോൾ അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു അമലാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നോമ്പുകാരനായിട്ട് യാ കബീർ യാ അല്ലാ എന്ന് 1000 തവണ ചൊല്ലിയാൽ അതിന് ഫലം ലഭിക്കാനുള്ള ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം നിങ്ങൾ നോക്കൂ, മറ്റൊരു കാരണം നോക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 3 ദുആ തട്ടി മാറ്റപ്പെടുകയില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഹദീസ് കേൾക്കണം.
3 ദുആ ഒരു കാരണവശാലും തട്ടിമാറ്റപ്പെടുകയില്ല. ഏതാണ് ആ 3 ദുആ എന്നറിയോ? ദഅവത്തുൽ മദ്ലൂം. ദഅവത്തുൽ മദ്ലൂം എന്ന് പറഞ്ഞാൽ എന്താ? ആക്രമിക്കപ്പെട്ടയാളിൻ്റെ, മർദ്ദിതൻ്റെ പ്രാർത്ഥന, ദുആ ഒരു കാരണവശാലും തട്ടിമാറ്റപ്പെടുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പറയുന്നത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ, അതും തട്ടിമാറ്റപ്പെടുകയില്ല. മൂന്നാമത്തെ ഇതിൽ പറയുന്നത് ദഅവത്തു സ്വാഇമി, നോമ്പുകാരൻ്റെ ദുആ, അത് തട്ടിമാറ്റപ്പെടുകയില്ല. അപ്പോൾ ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നോമ്പുകാരനായിട്ട് ഇതിങ്ങനെ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടും എന്നുള്ളത്. നമ്മളതിൻ്റെ ആദ്യത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞേ. ഈ ഒരു അമല് സ്വീകരിക്കപ്പെടാനൊരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്. മുത്തുനബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 3 വിഭാഗം ആളുകളുടെ ദുആ തട്ടിമാറ്റപ്പെടുകയില്ല. ആ 3 വിഭാഗത്തിൽ ഒന്ന് മർദ്ദിതനാണ്, മറ്റൊന്ന് മുസാഫിറാണ്, മറ്റൊന്ന് നോമ്പുകാരനാണ്, സ്വായിമാണ്. അപ്പോൾ ഈ 3 വിഭാഗത്തിൻ്റെ നിങ്ങൾ നോക്കൂ, നമ്മളാരെയും വേദനിപ്പിക്കുകയോ ആക്രമിക്കുകയൊന്നും ചെയ്യരുത്. നമ്മളൊരാളെ ഫോൺ വിളിച്ച് നന്നായിട്ട് സംസാരിച്ച് കോൾ ചെയ്ത് അവൻ്റെ മനസ്സ് വേദനപ്പെടുത്തിയെന്ന് സമ്മതിക്കാം. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പോയിട്ട് ഒരു വെട്ടുകയെന്നോ കത്തി കൊണ്ടൊരു കുത്തുകുത്തുക എന്നൊന്നും ഇല്ല അതിനർത്ഥം. അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചാലും മനസ്സിനെ ആക്രമിക്കുന്നതാണത്. അപ്പോൾ അങ്ങനെ ഒരാളോട് പറഞ്ഞ് സങ്കല്പിക്കാം, അയാളൊന്ന് മനം പൊട്ടിയിരുന്ന് റബ്ബിൻ്റെ മുമ്പിൽ ഒരു കണ്ണുനീർത്തുള്ളി ഉറ്റിയാൽ മതി നമ്മുടെ ജീവിതം നശിക്കാൻ, നമ്മുടെ ജീവിതം പാഴാവാൻ. അതുകൊണ്ട് ഒരാളെ ആക്രമിക്കരുത്. അവൻ്റെ ദുആ അല്ലാഹ് പെട്ടെന്ന് സ്വീകരിക്കും. നമുക്കെതിരെ അവൻ ദുആ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ്റെ കണ്ണുനീർത്തുള്ളി നിലത്ത് ഭൂമിയിൽ പതിച്ചാൽ തന്നെ മതി. അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സ്വായിമ്, നോമ്പുകാരൻ്റെ ദുആ വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുന്നത് കൊണ്ട് ആ സമയത്തുള്ള ദുആ അത് വളരെ പ്രതിഫലാർഹമാണ്, വളരെ പവർഫുള്ളാണ്, അതിന് നല്ല ഇജാബത്ത് ഉണ്ടാകും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രവാസികൾ, നിങ്ങളാരെങ്കിലും ഉമ്മമാരൊക്കെ ഇത് കേൾക്കുന്നവരാണ്, നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അവരോട് പറ്റുമെങ്കിൽ ഇതൊന്ന് ചെയ്യാൻ വേണ്ടി പറയാം. നോമ്പ് അത്രമേൽ പവിത്രതയേറിയതാണല്ലോ. നോമ്പെടുത്ത് യാ കബീർ യാ അല്ലാ എന്നുള്ളത് 1000 തവണ 7 ദിവസം നോമ്പുകാരനായിട്ട് ചൊല്ലാൻ വേണ്ടി പറയാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചില വിഷയങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ സ്ഥിരമായി നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടായേക്കാം. അതുകൊണ്ടത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ അങ്ങനെ ചെയ്യും. ഒരാൾ മദ്യപിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാം. ആ മദ്യപാനം അയാളിങ്ങനെ വളരെ രഹസ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അയാളുടെ ഭാര്യ അറിയൂല, അയാളുടെ വീട്ടുകാരറിയൂല, അയാളും ആ മദ്യപിക്കുന്ന ആളും അയാളുടെ സുഹൃത്തുക്കളും മാത്രമേ അറിയുള്ളൂ. അതറിയാത്ത രൂപത്തിലാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അള്ളാഹു അവനക്കൊരു പരീക്ഷണം കൊടുക്കും. എന്തിനാണ് ഈ പരീക്ഷണം കൊടുക്കുന്നത്? ഇവന് വളരെ സീക്രട്ടായിട്ട് ചെയ്യുന്ന ഈ ഒരു ദുസ്വഭാവം മാറ്റണം. അതെങ്ങനെ മാറ്റണം? അള്ളാഹു അവനക്ക് എന്തെങ്കിലും ഒരു അപകടമോ ഒരു പരീക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവനിങ്ങനെ ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? എനിക്കിത് ലഭിക്കാനുണ്ടായ കാരണം ഞാനിങ്ങനെ ഒരു തെറ്റിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാവണമെന്നോ മനസ്സിൽ കരുതിയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതിൽ നിന്ന് അവനക്ക് വലിയ സലാമത്ത് ലഭിക്കും. അപ്പോൾ അങ്ങനെ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുക. 5 വഖത്ത് ഫർള് നിസ്കാരം കൃത്യതയോടുകൂടെ സമയത്തിന് നിസ്കരിക്കുക. ഈ ദുനിയാവിൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിലേ ആക്കാൻ ഒരു കാരണമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഡിലേ ആക്കുക എന്നുള്ളത്. അള്ളാഹു നമ്മുടെ ളുഹർ നിസ്കരിക്കാൻ പറഞ്ഞു, അസ്ർ നിസ്കരിക്കാൻ പറഞ്ഞു, മഗ്രിബ് നിസ്കരിക്കാൻ പറഞ്ഞു. നമ്മളാ പറഞ്ഞത് കേൾക്കുന്നില്ല. നമ്മൾ ളുഹർ നിസ്കരിക്കുന്നത് വളരെ നേരം വൈകിട്ടാണ്. 3:30 വാങ്ങുന്നില്ല, 3:25 ളുഹർ നിസ്കരിക്കുന്നത്. എന്തിനാ അങ്ങനെ നിസ്കരിക്കുന്നത്? അപ്പോൾ ഒരൊറ്റ വുളുകൊണ്ട് 2 നിസ്കാരം കിട്ടും. ളുഹർ 3:25 നിസ്കരിച്ചാൽ ളുഹർ നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടുമ്പോഴേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോഴേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ പള്ളിയിൽ നിന്ന് അസ്ർ വാങ്ങി കൊടുക്കും. അപ്പോൾ ഉടനെ തന്നെ അവനക്ക് അസ്ർ നിസ്കരിക്കാം. അപ്പോൾ ഒരൊറ്റ ഡ്രസ്സ് ചേഞ്ച് ആക്കൽ കൊണ്ട്, അല്ലേ, ഒരൊറ്റ നിസ്കാര കുപ്പായം കൊണ്ട് 2 വഖത്ത് നിസ്കാരം ഒരുമിച്ച് അടിച്ച് നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ രീതി മാറ്റുക. അത് നമ്മൾ അള്ളാഹു പറഞ്ഞൊരു കാര്യത്തിനെ പിന്തിപ്പിക്കണം. അപ്പോൾ നമ്മൾ അള്ളാഹിനോടൊരു കാര്യം ചോദിക്കുകയാണ്, എനിക്ക് മക്കളെ തരണേ, അള്ളാഹു അത് പിന്തിപ്പിക്കും. എനിക്ക് ജോലി തരണേ, അതങ്ങനെ പിന്തിപ്പിക്കും. ജോലിയും പിന്തു. കാരണം നമ്മൾ അള്ളാഹിൻ്റെ കാര്യം പിന്തിപ്പിച്ചില്ലേ. അതെന്താ, അള്ളൊരു റിവഞ്ച് എടുക്കുകയാണോ? അല്ല, ഇത് ദുനിയാവാണ്. ദുനിയാവുമ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ദുനിയാവിലുണ്ടാകും. ചില മഹാന്മാരൊക്കെ ഈ വിഷയത്തെ അങ്ങനെ എണ്ണുകയും ചെയ്തിട്ടുണ്ട്. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഡിലേ ആക്കുന്നവർക്ക്, പിന്തിപ്പിക്കുന്നവർക്ക്, സമയത്തിന് നിസ്കരിക്കാത്തവർക്ക്
കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു പരീക്ഷണം ഇതാണ്, അവൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു പിന്തൽ വരും എന്നുള്ളത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 5 വഖ്ത് ഫർള് നിസ്കാരം സ്ഥിരമായി കൃത്യമായി നിസ്കരിക്കുക, സമയത്തിന് ഹറാമിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുക, നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരാളുടെ വെറുപ്പുണ്ടാകാതിരിക്കുക, ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും കളവ് പറയാതിരിക്കുക, ഗീബത്ത് പറയാതിരിക്കുക. ഇങ്ങനെ നല്ല ജീവിതത്തിൻ്റെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറി ആരാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ജീവിതം ക്രമപ്പെടുത്തി അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും എന്ന ബോധ്യത്തോടെയും ബോധത്തോടെയും കൃത്യമായി തസ്ബീഹിലും തക്ബീറുകളിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലുമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും കൂടി ചെയ്യുക. ഈ അമൽ മാത്രം ചെയ്താൽ പോരാ, ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, ഉസ്താദുമാരെയും ഗുരുനാഥന്മാരെയും ആദരിക്കുക, ബഹുമാനിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, എന്തെങ്കിലുമൊക്കെ സ്വതക്കകൾ ജീവിതത്തിലെ നമുക്ക് കിട്ടുന്നതിൽ നിന്നൊക്കെ നൽകുക. ഇതൊക്കെ നമ്മുടെ ജീവിതം വിജയിക്കാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.